തുളസീദാസിൻ്റെ ദോഹ നമ്മൾ കേട്ടു. അപ്പോൾ അത് കണക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയാം. തുളസീദാസ് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് നമ്മളിങ്ങനെ തുളസീദാസിൻ്റെ അമ്മ 12 മാസം ചുമക്കുന്നു, അമ്മ മരണപ്പെടുന്നു. അപ്പോൾ ഒരു ജ്യോത്സ്യൻ ഈ കുഞ്ഞ് പ്രശ്നക്കാരനാണെന്ന് പറയുന്നു. അത് വിശ്വസിക്കുന്നില്ല. അച്ഛൻ മരണപ്പെടുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ വളർത്തിയ ആളും മരണപ്പെടുന്നു. കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നു. അപ്പോൾ കുഞ്ഞിനെ അതുവരെയുള്ള ചാപ്റ്റർ അതുവരെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്? പ്രശ്നക്കാരനായൊരു കുഞ്ഞ്. പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടത് എങ്ങനെയാണ്? രാമകഥയുടെ, അതായത് രാമരസം ജനങ്ങളിൽ എത്തിച്ച മഹത്തായ ഒരു വ്യക്തിത്വമായിട്ട് കാണുന്നു. അപ്പോൾ ഭൗതികതയുടെ കണ്ണിലാണ് അദ്ദേഹം പ്രശ്നക്കാരൻ. കൊള്ളില്ല, ഉപേക്ഷിക്കപ്പെടുന്നു. എന്നാൽ യാഥാർത്ഥ്യം അതല്ലായിരുന്നു. ആ ഭൗതികത ആ കുഞ്ഞിൻ്റെ മനസ്സിൽ സ്പർശിച്ചിട്ടില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. ഞാൻ അനാഥനാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, ശപിക്കപ്പെട്ടവനാണ്, അങ്ങനെ ആ ആംഗിളിലേ കുഞ്ഞ് ചിന്തിച്ചിട്ടില്ല. എങ്കിൽ പിന്നെ ഈ രാമരസം ഒന്നും അദ്ദേഹത്തിന് പറയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ സത്യത്തെ മനസ്സിലാക്കണമെങ്കിൽ ഭൗതികതയുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ ഒന്നും മനസ്സിലാകില്ല. ഇത്തരം ഇൻ്റർപ്രട്ടേഷൻസിലോട്ട് നമ്മൾ പോകും, നമ്മളെ രക്ഷപ്പെടുത്തുമില്ല. അപ്പം നമുക്ക് ഏത് കണ്ണാണ് വേണ്ടത്? ആധ്യാത്മികതയുടെ കണ്ണിൽ കൂടി നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എന്തെങ്കിലും. ഈ കുഞ്ഞിനെ സ്വീകരിക്കാൻ ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു വ്യക്തിയാണ് വന്നത്. അദ്ദേഹം സ്വീകരിച്ചു. കാര്യം അദ്ദേഹം ഏത് കണ്ണിലാണ് കണ്ടത് ഈ കുഞ്ഞിനെ? എന്നിട്ട് ആ കുഞ്ഞ് എന്തായിട്ട് മാറി? അപ്പം നമ്മളിൽ ആധ്യാത്മിക ബോധത്തോടെയുള്ള ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ വ്യക്തത വരുള്ളൂ. അതല്ലെങ്കിൽ ഈ പറയുന്ന ഭൗതികതയുടെ ഇൻ്റർപ്രിട്ടേഷൻ കൂടി നമ്മളിങ്ങനെ കടന്നു പോകും. നമുക്കൊരിക്കലും ഒരു തെളിമയോ തെളിച്ചമോ ഒരു ക്ലാരിറ്റിയോ ഒന്നും ഉണ്ടാകില്ല. എൻ്റെ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള മനസ്സുകൊണ്ട് രമണ മഹർഷിയുടെ അടുത്ത് പോകുമെന്ന് വിചാരിക്കുക. ഒരു ആർട്ട് ഫിലിം കാണുന്ന ഒരു മാനസികാവസ്ഥയായിരിക്കും അവനുണ്ടാവുക. രമണ മഹർഷി ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് രമണ മഹർഷിയുടെ കുഴപ്പമാണോ? രമണ മഹർഷിയുടെ കുഴപ്പമില്ല. രമണ മഹർഷി ഏതാണോ ആ ബ്ലിസ്സിലാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തിന് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ ബ്ലിസ്സിലാണ് എന്ന് അദ്ദേഹത്തിന് ആരെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അദ്ദേഹം അങ്ങനെ ഇരിക്കും. അപ്പം അവിടെ വരുന്ന അദ്ദേഹത്തിനെ സമീപിക്കുന്ന വ്യക്തിക്കാണ് എന്താണ് ബ്ലിസ് എന്നുള്ള ഒരു ബോധമുണ്ടെങ്കിൽ മാത്രമേ രമണ മഹർഷിയുടെ ആ ഇരിപ്പ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അല്ലാത്ത പക്ഷം മഹാബോറായിരിക്കും. എന്തുമാത്രം അയാൾ ചിരിക്കുന്നില്ല, അയാൾ പറയുന്നില്ല, സംസാരിക്കുന്നില്ല. അയാൾ എന്തിനാ അങ്ങനെ ഇരിക്കുന്ന? ആർട്ട് ഫിലിം പോലെ ഇരിക്കുന്നത് എന്തിനാണ്? അങ്ങനെ തോന്നും. അത് ആരുടെ എക്സ്പ്ലനേഷനാണ്? ഭൗതിക മനസ്സിൻ്റെ എക്സ്പ്ലനേഷനാണ്. അപ്പം അങ്ങനെ അത് ഇൻ്റർപ്രറ്റ് അങ്ങനെ ചെയ്യത്തുള്ളൂ. ഒരിക്കലൊരു സെൻ ആശ്രമം, ആ ആശ്രമത്തിൽ ഗുരു ഒന്നും സംസാരിക്കില്ല. അദ്ദേഹം ഇങ്ങനെ മൗനമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയിരിക്കെ ഒരു സുപ്രഭാതത്തിൽ
ഇദ്ദേഹം പറഞ്ഞു, ഞാനൊരു സത്സംഗം ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ വർഷങ്ങളായിട്ട് മൗനത്തിലിരുന്ന അദ്ദേഹം സത്സംഗം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ നാട്ടിൽ വലിയ കാട്ടുതീ പോലെ ഇങ്ങനെ ചർച്ചാ വിഷയമായി. അദ്ദേഹത്തെ സംസാരിക്കാൻ പോവേണ്ട, എന്തൊക്കെയാണ് സംസാരിക്കാൻ പോവേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്, എന്നായിരിക്കും ചോദിക്കുന്നത്. അങ്ങനെ ആ ഡേറ്റൊക്കെ ആയപ്പോൾ അവിടെയുള്ള ആൾക്കാർ ചിന്തിക്കുകയാണ്, ഈ എത്ര പേര് വരുമെന്ന് എങ്ങനെ അറിയാം? 500 വരാം, 1000 വരാം, 2000 പേര് വരാം, 5000 പേര് വരാം, പറയാൻ പറ്റില്ല. എന്തായാലും ഒരു വലിയൊരു മൈതാനത്ത് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് ഒരു വലിയ മൈതാനം സെറ്റ് ചെയ്തു. ആൾക്കാർക്ക് വന്നിരിക്കാനുള്ള കാര്യങ്ങളും ഭക്ഷണവും വെള്ളവും എല്ലാം അവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇവർ ചിന്തിച്ചതുപോലെ തന്നെയാണ് ഏകദേശം 25,000 പേര് അവിടെ വന്നു. അപ്പം ഇദ്ദേഹം സ്റ്റേജിലോട്ട് കയറി അവിടെ ഇരുന്നു, എല്ലാവരെയും നോക്കി ഇദ്ദേഹം ഇങ്ങനെ പറയാൻ തുടങ്ങി ഓരോ കാര്യങ്ങൾ. സംസാരിച്ച് ഏകദേശം 1 മണിക്കൂർ കൂടുതൽ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അവിടെ മതിമറന്ന ഒരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തു, മൗനമായിട്ടിരുന്നു. അപ്പോഴെല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്, ഇനി എന്താണ് നെക്സ്റ്റ്, അടുത്തെന്താണെന്നുള്ളത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞു, ഇനി അടുത്ത ആഴ്ച നമുക്ക് കാണാം, ഇതേ ദിവസം. അപ്പം അടുത്ത ആഴ്ച അന്ന് വന്നത് 50,000 പേരാണ്. ഇദ്ദേഹത്തിൻ്റെ ടോക്കിൽ അന്ന് വരാൻ പറ്റാത്തവരും അവർ പറഞ്ഞു കേട്ടിട്ടുള്ളവരും എല്ലാവരും കൂടെ വന്ന് അവിടെ മൈതാനമൊക്കെ നിറഞ്ഞ് അവിടെ സ്ഥലമൊന്നുമില്ല, ആ രീതിയിലായി. സത്സംഗം തുടങ്ങി. എന്താണോ ആദ്യത്തെ ദിവസം പറഞ്ഞത് അത് തന്നെയാണ് ആ സെമിനാറിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യത്തെ ടോക്കിന് വന്നവർക്ക് ചെറിയൊരു നിരാശ വന്നു, അന്ന് വരാത്തവർക്ക് ഭയങ്കര സന്തോഷവും വന്നു. കൊള്ളാമല്ലോ, നല്ല രസമുണ്ട്, അന്ന് വന്നില്ലെങ്കിലും ഇത് കേൾക്കാൻ പറ്റിയല്ലോ എന്നുള്ളതായിരുന്നു വരാൻ പറ്റാത്തവരുടെ ചിന്ത. എന്നാൽ ആദ്യത്തേതിന് വന്നവരോ പുതിയ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള ഒരിത്. എങ്കിലും കുഴപ്പമില്ല, ഒന്ന് റിപ്പീറ്റ് ചെയ്ത് അത് കേൾക്കാൻ പറ്റുമല്ലോ. അപ്പം ഒരു പർട്ടിക്കുലർ സ്പോട്ടിലെത്തിയപ്പോഴേ അദ്ദേഹം വീണ്ടും നിർത്തി, എന്നിട്ട് പറഞ്ഞു നമുക്ക് അടുത്ത ആഴ്ച കാണാൻ പോകും. അപ്പോൾ അടുത്ത ആഴ്ചയും ഏകദേശം ഇത്രയും പേരോളം അവിടെ വന്നു. ഫസ്റ്റ് ദിവസം പറഞ്ഞ കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ദിവസം വന്നവന് നിരാശ, ഫസ്റ്റ് ക്ലാസ്സിന് വരാതെ സെക്കൻഡ് ക്ലാസ്സിന് വന്നവർക്കും നിരാശ. ആ ക്ലാസ്സിൻ്റെ ഒരു പർട്ടിക്കുലർ സ്പോട്ടിലെത്തിയപ്പോൾ അദ്ദേഹം നിർത്തിയിട്ട് പറഞ്ഞു നമുക്കിനി അടുത്ത ആഴ്ച കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ആൾക്കാർ ഈ കമ്മിറ്റിയുടെ ആൾക്കാരുടെ അടുത്ത് പോയി ചോദിച്ചിട്ട് പറഞ്ഞു ഇതേ കാര്യം തന്നെയായിരിക്കും അടുത്ത ക്ലാസ്സിലും പറയുന്നത്, എന്തെങ്കിലും വേറെ പുതിയ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം, നമ്മൾ ഓടി വന്നോളാം എന്ന് പറഞ്ഞിട്ട്. അതായത് 5ാമത്തെ ക്ലാസ്സായപ്പോൾ ഈ 50,000 പേരുണ്ടായിരുന്നത് ഏകദേശം 10,000 പേരായിട്ട് കുറഞ്ഞു. സെയിം കാര്യമാണ് പറഞ്ഞത്. ക്ലാസ് 6ആയി, 7ആയി, 8ആയി, 9ആയി, അപ്പോഴെല്ലാം സെയിം കാര്യമാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. വേറെ ഒന്നും പറയുന്നില്ല, പുതിയതായിട്ടൊന്നും പറയുന്നില്ല. 10ാമത്തെ ക്ലാസ്സായപ്പം 50 പേരായിട്ട് ചുരുങ്ങി കേൾക്കാൻ വരുന്നത്. 11ാമത്തെ ക്ലാസ്സായി, സെയിം കാര്യം പറയുന്നു. ഈ 50 പേരിൽ കേട്ടുകൊണ്ടിരുന്നവർ തന്നെ പതുക്കെ ഇറങ്ങിപ്പോയി, അത് 25ഉം 20ഉം 15ഒക്കെ ആയി. അങ്ങനെ 15ാമത്തെ ക്ലാസ്സായി. 3 പേര് മാത്രമുണ്ട്. അതിൽ ഒരാൾ കമ്മിറ്റിക്കാരനാണ്.
വേറൊരാൾ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാൾ, പിന്നെ വേറൊരാൾ അവിടെ എന്തെങ്കിലും കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരാളാണ്. ഇവർ 3 പേരേ ഉള്ളൂ. അതിൽ 17ാമത്തെ ക്ലാസ്സായി. ഇതേ 3 പേര് തന്നെ അന്നുമുണ്ട്, ഒരു മാറ്റമില്ല. അന്നും ക്ലാസ് തീർന്നിട്ട് പറഞ്ഞു, ക്ലാസ് കൊണ്ട് കേട്ടോ അടുത്ത ആഴ്ച എല്ലാവരും വരണേന്ന് ചോദിച്ചു. അപ്പം ശരി. അടുത്ത ദിവസവും ഈ 3 പേരെന്നുള്ളത് 2 പേരായി. പക്ഷേ അന്ന് അദ്ദേഹം ആത്മബോധത്തെ പറ്റിയിട്ട്, ബോധത്തെ പറ്റിയിട്ട്, ശ്രദ്ധയെ പറ്റിയിട്ട്, നിശ്ചലതയെ പറ്റിയിട്ട്, ആനന്ദത്തിനെ പറ്റിയിട്ട് അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. ഈ 2 പേരും വേറൊരു മാനസികാവസ്ഥയിലോട്ട് പോയി. അദ്ദേഹം ഇങ്ങനെ സംസാരിച്ച് 3-4 മണിക്കൂർ സംസാരിച്ചു. അപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഈ 2 പേർക്ക്, ദൈവമേ, ഇത് നമ്മളിനി പുറത്തു പോയി ഇതെങ്ങനെ പറയും എങ്ങനെ പറയും എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ധാര പോലെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തലയ്ക്കകത്തിരിക്കുമോ ഇല്ലെന്ന് അറിയില്ല. ഈ കിട്ടിയ ആനന്ദം ഇതെങ്ങനെ ഷെയർ ചെയ്യും? ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? അല്ലെങ്കിൽ ഇതെങ്ങനെ പറയും? ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അവരങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ആ ടോക്ക് കഴിഞ്ഞപ്പോൾ ഈ 2 പേരും ആ മാസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, അങ്ങേക്ക് ഇത് 2ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞുകൂടെയായിരുന്നു എങ്കിൽ ആ 25,000 എന്നുള്ളത് 50,000, 1,00,000 അങ്ങനെ ആൾക്കാർ വരത്തില്ലായിരുന്നോ? പിന്നെ എന്തിന് 10-17 ക്ലാസ്സിൽ ഒരേ കാര്യം തന്നെ പറഞ്ഞു? അങ്ങേക്ക് ഇത്രയും പറയാൻ കഴിവുണ്ടെങ്കിൽ. അപ്പോഴാ ഗുരു പറഞ്ഞത്, ആദ്യത്തെ ക്ലാസ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒരാഴ്ച സമയം കൊടുത്തിട്ട് വീണ്ടും ഞാൻ അത് പറഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇത്രയും പേര് കേട്ട കാര്യം ഒന്ന് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെയിം കാര്യം പറഞ്ഞു. വീണ്ടും ഒരാഴ്ച കൊടുത്തു, ആരും അത് ചെയ്തില്ല. ചെയ്തെങ്കിൽ ആഴ്ചയിൽ അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ 10, 15, 17 ക്ലാസ് കഴിഞ്ഞിട്ടും ആർക്കും ഒരു മാറ്റവും ഇല്ല. അപ്പോൾ എല്ലാവർക്കും പുതിയ കാര്യം കേട്ടാൽ മതി, പുതിയ കാഴ്ച കണ്ടാൽ മതി, മാറാൻ തയ്യാറല്ല. അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി? ആൾ കുറഞ്ഞു 3 പേരിലെത്തി. ആ 3 പേരിൽ എന്തോ എവിടേക്കോ കത്തിയത് കൊണ്ടാവാം മാറാൻ ശ്രമിച്ചു. ആ 3 പേര് ആദ്യം തൊട്ടേ കേൾക്കുകയാണ് ഇതെല്ലാം. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചത് കൊണ്ട് മാത്രം അവർക്ക് വേണ്ടി അടുത്തത് ഞാൻ സംസാരിച്ചു. ആധ്യാത്മികത ഇങ്ങനെയാണ്. മനസ്സിന് സുഖം കിട്ടുന്നതല്ല ആധ്യാത്മികത, മനസ്സിനെ മാറ്റുന്നതാണ് ആധ്യാത്മികത. നമ്മൾ ഒരു ചുമരിൽ വെള്ളം വീണ് ഇങ്ങനെ പായൽ പിടിച്ചുകൊണ്ടിരിക്കുന്നു വിചാരിക്കുക. ഒരിടത്തു നിന്ന് വെള്ളം വീഴുന്നോണ്ടിരിക്കുന്നു, പായൽ പിടിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പായൽ കാണാൻ ഭംഗിയില്ല. ഈ പായലിന് നമ്മളിങ്ങനെ എന്ത് ചെയ്യുന്നു? അതിനെ ചുരണ്ടി മാറ്റി വൃത്തിയാക്കുകയാണ്. കൊള്ളാം, നല്ലതാണ്ട്. പക്ഷെ വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളം വീഴുന്നുകൊണ്ടിരിക്കും തോറും ഇത് വൃത്തികേടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെള്ളം വീഴുന്നിടം അടയ്ക്കണം. അല്ലാതെ വീഴുന്ന ആ സ്ഥലത്ത് ആ വൃത്തികേട് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ജീവിതകാലം മൊത്തം അത് ചെയ്തുകൊണ്ടേയിരിക്കും. വെള്ളത്തിൻ്റെ ലീക്ക് അവിടെ തന്നെ ഉണ്ടാവും. ഈ ചെയ്യുന്ന പ്രയത്നം അനാവശ്യമായ പ്രയത്നമല്ലാതെ ഒരു ഗുണവുമില്ല. അപ്പം മൂലകാരണത്തിന് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അതാണ് സൊല്യൂഷൻ. അപ്പോൾ ബോധപ്രാപ്തനായ ഒരു ഗുരു എപ്പോഴും മൂലകാരണത്തെ ചൂണ്ടും. നീ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, നീ അതാണ് ക്ലിയർ ചെയ്യേണ്ടത്. അത് ക്ലിയർ ചെയ്യുന്ന അതിന് ശ്രദ്ധിക്കുമ്പോൾ എന്ത് പറ്റും? കുറച്ച് പാടാണ്, എളുപ്പമല്ല. കാരണം
ഐഡൻറ്റിഫൈ ചെയ്യണം, റെഡിയാക്കണം. അതിന് ക്ഷമയോടെ ഇരിക്കാൻ പറ്റണം, ശ്രദ്ധിക്കാൻ പറ്റണം, പ്രവർത്തിക്കാൻ പറ്റണം. എങ്കിൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ. അതാണ് നേരത്തെ പറഞ്ഞത്, ഭൗതിക മനസ്സോടെയാണ് കാണുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബെറ്റർ ഓപ്ഷനിലോട്ട് പോകും. ഇവിടെ നിന്ന് കാട്ടി വേറെ ഒന്ന്, അത് വേറെ, ഇത് വേറെ, അത് ഇങ്ങനെ പോവും. കാര്യം മൂലകാരണം അവിടെ പ്രോബ്ലമായിട്ട് തന്നെ ഇരിക്കും. അതിനെയാണ് ക്ലിയർ ചെയ്യേണ്ടത്. ഈ കവിതയിൽ കുറച്ച് വരിയേ ഉള്ളൂ, പക്ഷേ അവിടെ എന്താണ്, ഒരു ഉയർന്ന തരം ഭാവനയുണ്ട്. ആ ഭാവനയോടെ ഈ കവിതയെ സമീപിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഒരു ലയം അവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുള്ളൂ. ഒരു മനോഹരമായൊരു കഥയുണ്ട്. അതായത് ഒരിടത്ത് സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ആൾക്കാർ അവിടെ ഇങ്ങനെ കൂടിയിരിപ്പുണ്ട്. അപ്പോൾ ഈ ഹരികഥ പറയുന്ന ആൾ മരത്തിൻ്റെ മൂട്ടിലിരുന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആൾക്കാരൊക്കെ ഇങ്ങനെ ചുറ്റിനും കൂടി നിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു കള്ളൻ വരും. കള്ളൻ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ഹരികഥ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയം തനിക്ക് ആവശ്യമുള്ള സാധനം അവിടെ നിന്ന് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തനിക്ക് ആവശ്യമുള്ളത് ചിലപ്പോൾ പണമാകാം, സ്വർണമാകാം. അത് എങ്ങനെ എവിടെ നിന്ന് എടുക്കാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ നേരം നോക്കിയിട്ട് ഇദ്ദേഹത്തിന് ഒന്നും ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല, എടുക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ നിന്നപ്പോൾ ഒരു അമ്മ ഒരു ബാഗ്, ഒരു സഞ്ചി പോലെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ആ സഞ്ചി ഇങ്ങനെ തുറന്ന് കിടപ്പുണ്ട്. അതിനകത്തൊരു പണക്കിഴി ഉണ്ട്. അദ്ദേഹം അതിങ്ങനെ നോട്ടീസ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. പതുക്കെ ഈ കഥ കേൾക്കണം, അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന വേചേനെ പതുക്കെ ഇങ്ങനെ നാരായണ എന്നൊക്കെ പറഞ്ഞ് പതുക്കെ ഈ അമ്മയുടെ ബാക്കിൽ ചെന്ന് നിന്നു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹം പതുക്കെ ഇങ്ങനെ കൈ എടുത്ത് ആ ബാഗിൻ്റെ അകത്ത് കൈ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ പണക്കിഴിയുടെ അടുത്ത് എത്തിയില്ല എന്നുള്ളൊരവസ്ഥയിൽ അങ്ങനെ നിൽക്കുന്ന സമയം ഹരികഥ പറയുന്ന ആൾ പെട്ടെന്ന് പറയുകയാണ്, അങ്ങനെ കണ്ണൻ നേരെ യമുനയുടെ തീരത്തേക്ക് ഓടി. ബാക്കിൽ നിന്ന് യശോദമ്മയെ ഓടി. അങ്ങനെ ഓടി കണ്ണനൊന്ന് കുളിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. പക്ഷേ അവിടെ നിൽക്കുന്നില്ല. ആളിങ്ങനെ ഓടിയിട്ട് വീണ്ടും യമുനയെ പോയി കുളിക്കണം. അതിന് വീണ്ടും അവിടെ ചെന്നിട്ട് മണ്ണിൽ കിടന്ന് ഉരുളുന്ന എന്തിനാണ്, അപ്പം മണ്ണ് ആയല്ലോ, അപ്പോൾ എന്തായാലും വീണ്ടും വെള്ളത്തിലിറക്കും. അവിടെ മണ്ണിൽ കിടന്ന് ഉരുണ്ട് എല്ലാം ചെയ്യുകയാണ്. അപ്പം യശോദ വഴക്ക് പറയുന്നു, ഇപ്പോഴായിട്ട് കുളിപ്പിച്ചതല്ലേ ഉള്ളൂ, അതിനൊക്കെ എന്തിൻ്റെ കേടാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പിടിച്ച് നിർത്തുന്നു. പുഴയിലേക്ക് വീണ്ടും ഇറക്കുന്നു, കുളിപ്പിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് കണ്ണൻ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുളിച്ചിട്ട് അവിടെ അങ്ങനെ കരയിൽ നിർത്തും. അപ്പോൾ കരയിൽ നിർത്തിയിട്ട് യശോദ ഇങ്ങനെ നോക്കുകയാണ്, വീണ്ടും ഉരുളുന്നോ അതാ വീണ്ടും വെള്ളത്തിൽ ഇറങ്ങുന്നോ, അതിനി പോകാൻ പറ്റുമോ എന്നുള്ളതിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണനും യശോദയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്കൊരു ഓപ്ഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിരിക്കണം. അപ്പോൾ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കാറ്റടിക്കും. കാറ്റടിച്ചിട്ട് കണ്ണൻ്റെ മുഖത്ത് കിടന്ന ഈ മുടിയെല്ലാം ഇങ്ങനെ പറന്നിങ്ങനെ പോവും. അപ്പോൾ യശോദ വന്നിട്ട് ഈ പതുക്കെ ഈ മുടിയൊക്കെ ഇങ്ങനെ ഒതുക്കി വയ്ക്കും. ഒതുക്കി വെച്ചപ്പോൾ കണ്ണൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പം പിന്നെ കയ്യിലിരുന്ന ഒരു തുണിയെടുത്ത് ഇങ്ങനെ തലയിൽ കൂടിയൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് ഗോപികൾ വരും. അവരെ കയ്യിലിരിക്കുന്ന ഓരോ ഓർണമെൻറ്റ്സ് ആയിട്ട് ഇങ്ങനെ കണ്ണനെ ഒരുക്കിക്കൊണ്ടിരിക്കും. ഇതെല്ലാം നടക്കുന്നത് ആ പുഴയുടെ കരയിലാണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിലുള്ള ഓർണമെൻറ്റ്സ് എല്ലാം ഇങ്ങനെ ഇട്ടിട്ട് കണ്ണൻ അതിമനോഹരമായ ഒരവസ്ഥയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴും കണ്ണൻ ഇങ്ങനെ മര്യാദയ്ക്ക് ഇവരെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ കൊണ്ടിട്ടത് മുത്തുമാലയായിരുന്നു,
വേറൊരാളിട്ടത് പവിഴത്തിൻ്റെ ഒരു മോതിരമായിരുന്നു, വേറൊരാളിട്ടത് രത്നത്തിൻ്റെ കമ്മലുകളായിരുന്നു. ഇങ്ങനെ പട്ടും ചേലയും ഇതെല്ലാം ഇട്ട് നല്ലതായിട്ട് ഒരുക്കി ഇരുന്ന സമയത്താണ് യശോദയ്ക്ക് തോന്നുന്നു കണ്ണൻ എന്തോ ഒരു കുറവുണ്ട്, അതും കൂടെ ഒന്ന് റെഡിയാക്കണം. എന്താണ്, ഒരു നല്ല നീളമുള്ള മാലയില്ല എന്ന് പറഞ്ഞിട്ട് യശോദാമ്മയുടെ ഉള്ളിൽ കഴുത്തി കിടന്ന ഒരു മാല എടുത്ത് ഇട്ട് കൊടുത്തു. ഇതിട്ടപ്പോഴെന്ത് പറ്റി, ഗോപികൾ പറഞ്ഞു ഈ കൊലുസില്ലാത്ത കണ്ണൻ എന്തിനു കൊള്ളാം. അപ്പം കുറേ പേര് അവരുടെ കയ്യിലിരുന്ന ഓരോ അങ്ങനെ ഫുള്ളും അലങ്കാര വിഭൂഷിതരായിട്ട് ഇങ്ങനെ ഭംഗിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ കള്ളൻ എന്താ ചെയ്യുന്നത്, കള്ളൻ പകുതി കൈ ബാഗിൻ്റെ അകത്ത് സഞ്ചിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കള്ളൻ ചിന്തിക്കും ഈ കിഴിക്കകത്ത് പണക്കിഴിക്കകത്ത് എത്ര രൂപ ഉണ്ടാവും, വളരെ കുറച്ച് പൈസയിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു മോഷണം ചെയ്യുന്നെങ്കിൽ നല്ല മോഷണം ചെയ്യണം. അപ്പോൾ ഇയാൾ പറയുന്ന അനുസരിച്ചിട്ട് എവിടെയോ ഒരു കൊച്ചുണ്ട്, ആ കൊച്ചിന് ഇത്രയും സ്വർണ്ണമുണ്ട്. അപ്പോൾ ആ കൊച്ച് എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞാൽ പോയി കിഡ്നാപ്പ് ചെയ്യാമല്ലോ, കിഡ്നാപ്പ് ചെയ്ത് ഇത്രയും ഓർണമെൻറ്റ് കയ്യിൽ കിട്ടുമല്ലോ. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു, മോഷണം തൽക്കാലത്തേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ മാറി അവിടെ നിൽക്കും. അപ്പോൾ ഈ ഹരികഥയെല്ലാം പറഞ്ഞ് എല്ലാം കഴിഞ്ഞ ശേഷം ആൾക്കാരെല്ലാവരും അവിടെ നിന്ന് പോയതിന് ശേഷം എന്ത് പറ്റി, ഈ കള്ളൻ പതുക്കെ ഭാഗവതം പറയുന്ന ആളുടെ അടുത്ത് പോയിട്ട് ചോദിക്കും, അല്ല ഈ കണ്ണൻ എവിടെയാണ് എന്ന് ചോദിക്കും. അപ്പോൾ ഭാഗവതം വായിക്കുന്ന ആൾ പറയും, കണ്ണനോ, അത് ഏത് കണ്ണൻ? അല്ല കുറച്ച് മുമ്പേ പറഞ്ഞില്ലേ ഇങ്ങനെ കുളിക്കാൻ പോയെന്നും അവിടെ പുകളം കാണിച്ചു എന്നും എല്ലാവരും ഓർണമെൻ്റ് ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ കണ്ണൻ എവിടെയാണ്? ഓ ആ കണ്ണനോ, അത് നമ്മളുടെ പണ്ട് നടന്ന ഭാഗവതത്തിലൊക്കെ പറയുന്ന കണ്ണനാണ്. അപ്പോൾ അതെവിടെയാണ്? അതങ്ങ് വൃന്ദാവനത്തിലാണ്, ഇവിടെയൊന്നുമല്ല, യു പിയിലൊക്കെ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ യു പി എവിടെയാണ്? അത് നമ്മളിപ്പം കേരളമല്ലേ, വളരെ ദൂരെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയി കാണാൻ പറ്റുമോ? അപ്പോൾ ഇയാൾക്ക് പോകാനും സമയമായി. പറഞ്ഞാൽ അവിടെ പോയി കാണാൻ പറ്റും, കണ്ണൻ അവിടെ ഉണ്ട്, പക്ഷേ ഇത് പണ്ട് നടന്നൊരു കാര്യമാണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു ശരി. ഈ കള്ളൻ അവിടെ നിന്ന് ഇറങ്ങി ഓടും. യു പി ഒന്നും അറിയില്ല, വൃന്ദാവനം എവിടെയെന്ന് അറിയില്ല, അങ്ങ് പോവും. നേരെ പോയിട്ട് ഇങ്ങനെ വൃന്ദാവനത്തിലെത്തിയിട്ട് അവിടെ കിടന്ന് അന്വേഷിക്കും, ഈ കണ്ണൻ എവിടെയാണ് എന്ന് പറഞ്ഞ് അന്വേഷിക്കും. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ അന്വേഷിച്ച് അപ്പോൾ ഈ പോകുന്ന അത് പഴയ ഒരു കാലഘട്ടത്തിലുള്ള കഥയായിട്ട് ചിന്തിക്കണം. ഇദ്ദേഹം വളരെ നാളെടുത്തിട്ടായിരിക്കും അവിടെ എത്തിയത്. ഈ നടന്നു പോകുന്ന സമയത്ത് വൃന്ദാവനത്തിൽ എത്തുന്നവരെയും ആ ഭാഗവതത്തിൻ്റെ ആൾ വർണ്ണിച്ച കണ്ണനാണ് മനസ്സിനകത്ത് ഇങ്ങനെ കിടക്കുന്നത്. ഇതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നേരെ പോവുകയാണ്. വൃന്ദാവനത്തിൽ എത്തിയിട്ട് അവിടെ എല്ലായിടവും അന്വേഷിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് എന്താണ്, ഇത് പണ്ട് നടന്ന ഒരു കാര്യമാണ് നിങ്ങൾ കേട്ടതെന്ന് പറയും. പക്ഷെ ഇദ്ദേഹം വിശ്വസിക്കില്ല. ആ നടന്നതുപോലെയാണല്ലോ ഇദ്ദേഹം പറഞ്ഞത്, അപ്പോൾ ഇവിടെ ഉണ്ട്, അല്ലെ അയാൾ കണ്ടിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിലിരിക്കും. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഇദ്ദേഹം ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി, സ്വന്തം ദിനചര്യകൾ ചെയ്യാൻ മറന്നുപോയി, ഉറക്കം പോലും അയാൾ ഉപേക്ഷിച്ച അവസ്ഥ. കാര്യം ഉറങ്ങുന്ന സമയത്തും അന്വേഷിച്ചാൽ ആ കണ്ണനെ കാണാൻ പറ്റും എന്നുള്ള രീതിയിലാണ് അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം മനസ്സിൽ എന്തായി, കണ്ണൻ എന്നുള്ള ഒരവസ്ഥയായി. അപ്പോഴെന്താണ്, ഓർണമെൻറ്റ്സ് ആണ് ഉദ്ദേശം. കാലങ്ങൾ കടന്നു പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തോന്നുകയാണ്, എനിക്ക് ഒരു സ്വർണവും വേണ്ട, അതിൻ്റെ ഒന്നും വേണ്ട, ആ കണ്ണനെ ഒന്ന് കണ്ടാൽ മാത്രം മതി എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ആ ഒരു തോട്ട് വന്ന സമയത്ത്, അതായത് ഭൗതികത അവൻ്റെ ഉള്ളിൽ നിന്ന് മാഞ്ഞ സമയത്ത് ഒരു ഓടക്കുഴൽ നാദം കേൾക്കും. അപ്പോഴേ ശരിക്കും ഇദ്ദേഹം ഭക്ഷണവും കഴിക്കാതെ അലഞ്ഞ് നടന്ന് ക്ഷീണിതനായി ബോധം കെട്ട് കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഈ നാദം കേൾക്കുന്നത്. ഇദ്ദേഹം നോക്കിയപ്പോൾ മരത്തിൻ്റെ മുകളിൽ ആ ഭാഗവത ആചാര്യൻ വർണ്ണിച്ച അതേ രൂപത്തിൽ കണ്ണൻ നിൽക്കുന്നു.
ആ കണ്ണനെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഓർണമെൻറ്റ്സ് ഒന്നും കാണാൻ പറ്റുന്നില്ല, ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. എന്താണോ കാണേണ്ടത് അതിനെ മാത്രം കണ്ടുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഇരുന്നു. അപ്പോൾ ഇതിൽ ഭയങ്കര സന്തോഷമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, മതിമറന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങിയിട്ട് അടുത്ത നിമിഷമായപ്പം ഈ കണ്ണനെ കാണാനില്ല. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ആ കണ്ട സന്തോഷത്തിൽ വീണ്ടും നൃത്തം ചെയ്യാൻ തുടങ്ങി. നൃത്തം ചെയ്ത് അവസാനം അവിടെ നിന്ന് നേരെ ഓടി, UP-യിൽ നിന്ന് തിരിച്ച് നേരെ ഓടി വന്നിട്ട് ഈ സപ്താഹം ചെയ്ത ആളുടെ അടുത്ത് ഓടി വരും. വന്നിട്ട് പറയും, ഞാൻ കണ്ടു കേട്ടോ, കണ്ണനെ കണ്ടു എന്ന് പറയും. അപ്പോൾ ഏത് കണ്ണൻ? അല്ല, താങ്കൾ പറഞ്ഞ കണ്ണൻ ഞാൻ കണ്ടു. അപ്പോൾ എവിടെ വെച്ച് കണ്ടു? ഞാൻ വൃന്ദാവനത്തിൽ പോയി, അവിടെ പോയി കണ്ടു. അപ്പം താങ്കൾ ഞാൻ പറഞ്ഞ രീതിയിൽ പോലെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊന്നും അറിയില്ല, ഞാൻ കണ്ണനെ കണ്ടു. അപ്പം ഇദ്ദേഹം ചോദിച്ചു, മാല ഉണ്ടായിരുന്നോ കമ്മലം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അതൊന്നും ഞാൻ കണ്ടില്ല, പക്ഷേ ഞാൻ കണ്ണനെ കണ്ടു എന്ന് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം ഇദ്ദേഹം ഈ കള്ളനങ്ങ് പോയി. അപ്പം സപ്താഹം പറയുന്ന ആൾ ചിന്തിക്കുകയാണ്, അങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഇദ്ദേഹം കള്ളമായിരിക്കുമോ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് UP-യിലേക്ക് ഒന്ന് ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം UP-യിൽ ടിക്കറ്റ് എടുത്തു. ഇദ്ദേഹം പോയി. അവിടെ പോയിട്ട് കണ്ണാന്ന് വിളിച്ചുകൊണ്ട് നടന്നു. എത്ര വിളിച്ചിട്ടും കണ്ണനെ കാണുന്നില്ല. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തിനൊരു അശരീരി വരും. എന്നെ വിളിച്ചോ എന്ന് പറഞ്ഞൊരു അശരീരി വരും. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലാവും ഭഗവാനാണ് സംസാരിക്കുന്നത്. അപ്പോഴെന്ത് ചെയ്തു, ഇദ്ദേഹം തിരിച്ച് ചോദിക്കും, വർഷങ്ങളോളം ഹരികഥ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ, പക്ഷേ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇന്നലെ വന്ന ഒരു വ്യക്തി, അദ്ദേഹം അങ്ങേപ്പറ്റി അറിയാൻ ശ്രമിക്കുകയും വിളിക്കുകയും അദ്ദേഹം കാണുകയും ചെയ്തു. പക്ഷെ എൻ്റെ അറിവിൽ അദ്ദേഹം ഒരു കള്ളനാണ്, പക്ഷെ അദ്ദേഹം കണ്ടു. ഞാനോ ഹരികഥ മാത്രം പറഞ്ഞുകൊണ്ട് ഇരുന്ന ഒരാളാണ്, ഞാൻ കണ്ടതുമില്ല. ഇപ്പോൾ ആ ശബ്ദം മാത്രമേ എനിക്ക് കേൾക്കാനും പറ്റുന്നുള്ളൂ. അപ്പോൾ ഭഗവാൻ ചിരിച്ചിട്ട് പറയും, നീ പറയുന്നുണ്ടെങ്കിലും നീ വിശ്വസിക്കുന്നില്ല. അവൻ പറയുന്നില്ല, പക്ഷെ അവൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് അവൻ കണ്ടു എന്ന്. അപ്പം ഇതാണ് ഭൗതികത തീണ്ടാത്ത മനസ്സ്. സത്യത്തെ കാണണമെങ്കിൽ കാര്യം ആധ്യാത്മികത സൂക്ഷ്മമാണ്, പ്യുവറാണ്. അത് കാണണമെങ്കിൽ അതിൻ്റെ കണ്ണുകൊണ്ട് മാത്രം നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ, അതല്ലെങ്കിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഏതൊന്ന് കാണുന്നത്, അത് നാരായണ പ്രതിമ എന്ന് പറയുന്നത് എന്ത് കണ്ണുകൊണ്ടാണ് കാണുന്നത്? ആധ്യാത്മികത കണ്ണുകൊണ്ട് കാണുന്നതുകൊണ്ടാണ്. ഭൗതികത കണ്ണു വെച്ച് കണ്ടാലോ പലതും കാണുന്നുണ്ട്, പക്ഷേ അത് നാരായണ പ്രതിമയായിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. കാണുന്നത് എന്താണ്? ഫാന് തന്നെയാണ്, പില്ലോ തന്നെയാണ്, ഓരോ വ്യക്തികൾ തന്നെയാണ്, അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അതെന്താണ്? ഭൗതിക മനസ്സുകൊണ്ട് കാണുന്നതുകൊണ്ടാണ്. ആധ്യാത്മിക മനസ്സുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ ഏത് കാണുന്നോ അത് നാരായണ പ്രതിമ, എന്ത് കേൾക്കുന്നോ നാരായണ സ്തുതികൾ, എന്ത് ചെയ്യുന്നോ അത് നാരായണ അർച്ചനകൾ. അപ്പോൾ പരിവർത്തനം, മനസ്സിൻ്റെ പരിവർത്തനമാണ് ആധ്യാത്മികത. അതാണ് ബോധപ്രാപ്തി നേടിയ ഗുരുക്കന്മാർ വിരൽ ചൂണ്ടുന്നത് അതിലോട്ടാണ്. അതിലോട്ട് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സാധനങ്ങളും നമ്മൾ അനുഷ്ഠിക്കുന്നത്.